രണ്ടാളും ഗെയിമും കളിച്ചാടെ ഇരുന്നോ. മോളും കണക്കാ അച്ഛനും കണക്കാ. നിങ്ങക്ക് പണിക്കോണെന്നൊന്നും ഇല്ലല്ലോ. എന്തെന്ന് പണിക്കൊന്നും പോകാണ്ടിരിക്കുന്നേ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിച്ച മോളുടെ കൂടെ ഇരുന്നിട്ട്. എടോ ഞാൻ പറഞ്ഞില്ല, ഇനി പുതിയ സൈറ്റ് ഏതെങ്കിലും ഓപ്പൺ ആവണം. ഇനിയിപ്പോ നിലവിലുള്ള സൈറ്റ് എല്ലാം പണി കഴിഞ്ഞിട്ടുള്ളത്. ഇനി പുതിയ ഏതെങ്കിലും വർക്ക് വരണോ? വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ നിങ്ങക്ക്? അമ്മ അമ്മ എന്തിനാ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അച്ഛൻ ഇപ്പൊ പണിയില്ലേത്തില്ല, അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും പോകുന്നല്ലേ? എനിക്ക് അത് പറഞ്ഞാ മതി. ഞാൻ അച്ഛനോട് ഒരു 10,000 രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മ പറഞ്ഞിട്ട്. അതിപ്പോ നാളെ കൊടുക്കണം. അതിന്റെ ടെൻഷനില്ല ഞാനിവിടെ. നീ അച്ഛനെ സപ്പോർട്ട് ചെയ്താടെ പറഞ്ഞ. അത് എനിക്ക് എങ്ങനെ സെറ്റ് ആയി തരും. എനിക്ക് കിട്ടിയില്ല, ഞാൻ അവിടെ മാറ്റി തരും. നീ വെറുതെ വർത്താൻ പറഞ്ഞു. കിട്ടിയാ മതി. എന്നാ ഉച്ചക്കെന്നാ ചോറിന്? ഉച്ചക്ക് ചോറും കറിയെല്ലാം ഉണ്ട്. നമ്മളെന്നാ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും പുറത്തു പോയാലോ? കുറേ നമ്മൾ പുറത്തു പോയ ഭക്ഷണം കഴിക്കത്തെ. എന്തിനാ പുറത്തു പോന്നെ? എപ്പം പോക്കുള്ളതല്ലേ. അമ്മ നമുക്ക് പുറത്തു പോവാ, കാരണം കൊറേ ദിവസമായില്ലേ നമ്മള് പോവാന്നല്ല. അച്ഛനല്ലേ പോന്നെ, അച്ഛനല്ലേ കൂട്ടിക്കൊണ്ടുപോന്നെ. നമുക്ക് എന്നാ വൈകുന്നേരം എല്ലാവർക്കും പുറത്തു പോവാ. എന്നാ ശരി, പോവാം. എനിക്കെന്താ? ഹലോ, റേഞ്ച് ഇല്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ല. ഞാൻ ഒന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് വിളിക്കാം. ഹലോ ഹലോ, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറയാണ്ട് വിളിക്കരുത്. ഞാനും അങ്ങോട്ട് വിളിക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കരുതെന്ന്. ഇപ്പൊ പ്രജീഷായിരുന്നു, മോളെല്ലാരും ഉണ്ട്. അതല്ലേ എന്നോട് പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന്. പൈസേന്റെ കാര്യമല്ലേ, അത് ഞാൻ ഇട്ട് തരാം. ഞാനത് പ്രജീഷേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. പ്രജീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് നാളെ സെറ്റാക്കി തരാന്ന്. എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിനക്ക് അന്നേരം തന്നെ ഇട്ട് തരും. നീ അങ്ങോട്ട് വിളിക്കല്ലേ. ഇവിടെ പ്രജീഷേട്ടൻ ഇന്ന് ലീവായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നീ വിളിക്കല്ലേ, ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ട് വിളിക്കല്ലേ. എന്നാ ശരി, പ്രജീഷേട്ടൻ വരുന്നുണ്ട്. ഓക്കെ, ശരി ശരി. നിങ്ങളിപ്പോ ഇവിടെ തന്നെ ഇരുന്നാട്ടാ. നിങ്ങൾ പുറത്തൊന്നും പോയി പൈസേന്റെ കാര്യം അന്വേഷിക്കണ്ട. അമ്മയാ വിളിച്ചേ. പൈസ ചോദിച്ചു അമ്മ ശല്യം ചെയ്യുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ ആരോടും പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാം. ആരോടെങ്കിലും മേടിച്ചിട്ട് എങ്ങനെയാലും ഒന്ന് കൊണ്ടെത്താ. 10,000 രൂപ ആണേ. അച്ഛൻ വരുന്നുട്ടാ. ഹലോ, ഞാനിന്ന് ഉച്ചയ്ക്ക് മുമ്പ് പൈസ ഇട്ട് തരാട്ടോ. അത് അയാളോട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ പൈസ. അന്നേരം കടം വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് ആരോടോ. ഇപ്പം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം തന്നെ കൊണ്ട് തരും പൈസ. മോളിവിടെ ഇരിപ്പുണ്ട്. മോള് ശ്രദ്ധിക്കൊന്നുമില്ല. മോള് ഈ ലാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ആളറിയില്ല. ഇനി ശ്രദ്ധിക്കൊന്നുമില്ല. പിന്നെ നീ ഇപ്പം എപ്പോൾ ഇങ്ങനെ പൈസ ഒന്നും ചോദിക്കല്ലേ. ഇനി ഇപ്പോൾ എനിക്ക് അടുത്തൊന്നും തരാനാവൂല. കാരണം അമ്മേൻ്റെ കയ്യിൽ നിന്നാ പറഞ്ഞാൽ പൈസ വാങ്ങി. ഇനി കള്ളത്തരങ്ങളൊന്നുമില്ല. പിന്നെ ചായ എല്ലാം കുടിച്ചാ? വേറെന്തുണ്ട് വിശേഷം? എന്നാ ശരി. അയാളിപ്പോ ഇങ്ങ് വരും ചിലപ്പെങ്കിലും. ഞാൻ പിന്നെ വിളിക്കാം. എന്താ പഠിക്കുന്ന? അമ്മടി പോയടാ. അമ്മ അകത്ത് കിടന്നിനാ. എന്നാ ശരി. പൈസ എന്റെ ഫോണിൽ വെച്ചിട്ടുണ്ടേ. പൈസ എത്ര കിട്ടിയ പൈസ? ഞാനിത് ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? പൈസേൻ്റെ കാര്യമെല്ലാം ശരിയായിരുന്നോ? പ്രതീക്ഷേട്ടൻ മണിക്കുപോയി. അതല്ലേ ഇപ്പോൾ വിളിക്കാനൊന്നും. എപ്പോൾ കാണുവാന്നാ? ദേവുവിൻ്റെ ഇനി എന്തേലും സ്കൂളിലെ പരിപാടി എന്തേലും ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് വേറൊരു വഴിയില്ല. അമ്മ കുടിക്കാൻ വെള്ളം എടുത്തു തരുമോ? നീ പോയി എടുത്തു കുടിച്ചോ? അല്ല, അമ്മ ഫോൺ വിളിക്കുന്നില്ല, അമ്മക്ക് എടുത്താന്നൂടെ? വേണേ നീ പോയി കുടിച്ചോ. ദേവു വെള്ളത്തിന് എന്തെന്നാ നീ ഇപ്പൊ പണിക്ക് പോക്കൊന്നും വെച്ചാലേ? എനിക്കറിയാം, ഇപ്പൊ മടിയെല്ലാം പിടിച്ചല്ലേ. അത് പറഞ്ഞാ മതി. സുഖമില്ലാന്നല്ല. എന്തെന്നാ നീ നോക്കുന്ന ദേവ്? വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയാ പോവായിരുന്നു. നീ അത് പറഞ്ഞാ മതി.
നീ എന്തെന്ന് അവിടെ എത്തി നോക്കുന്നേ? അമ്മ ഇതാരെ ഇങ്ങനെ വിളിക്കുന്നേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ, വേറെ ആരെ വിളിക്കാനാ? അച്ഛനുള്ളപ്പോഴൊന്നും അമ്മ ഇങ്ങനെ വിളിക്കുന്നില്ലല്ലോ ആ ഫ്രണ്ടിനാ. അച്ഛനെല്ലാരും വിളിക്കുന്നൊന്നും നീ കണ്ടിട്ടില്ല? നീ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ. ഫുൾ ടൈം ടി വി അല്ലേ ദേവു? ദേവ് വിളിച്ചിട്ടും കേൾക്കുന്നില്ല എല്ലാം കൂടി. നീ ഇതെന്താ പഠിക്കാനൊന്നുമില്ല? ടി വി തന്നെയാ? ഞാൻ പഠിക്കേണ്ടതെല്ലാം പഠിച്ചിട്ട് അച്ഛാ കാണുന്നത്. ഇപ്പൊ തുറന്നതാ. അമ്മയോട് പോയി അമ്മ അടുക്കളയിലുണ്ട്. അമ്മ കൊടുക്കട്ടെ. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛനില്ല. എന്നാ ഇവിടെ ഇരിക്കുക. ഞാൻ കുറച്ചു ദിവസമായിട്ട് അമ്മേനെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ ആരെയും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഫോൺ. ആരെ വിളിക്കാം? അമ്മ അമ്മേന്റെ ഫ്രണ്ടിനായിട്ട് വിളിക്കുന്നതായിരിക്കും. അല്ല അച്ഛൻ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വിളിക്കുന്നേ. എനിക്ക് തോന്നുന്നായിരിക്കും. പിന്നെ അമ്മ പറഞ്ഞിട്ടില്ല അമ്മമ്മക്ക് വേണ്ടിട്ട് പൈസ വാങ്ങിയതെന്ന്. അത് ശരിക്കും അമ്മമ്മക്കല്ല, വേറെ ഏതോ ആൾക്കാ. അങ്ങനൊന്നും അമ്മ ചെയ്യൂലേ? നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പഠിക്ക്. പിന്നെ വലിയ കാര്യങ്ങളൊന്നും നീ ആലോചിക്കണ്ട. നീ ടി വി കൂട്ടിട്ട് പഠിക്ക്. ഇത്തോ